അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക വ്ളോഗിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടജാദ്രി പോവാണ്. കഴിഞ്ഞ തവണ മൂകാംബിക വന്നിട്ട് എനിക്ക് കുടജാദ്രിയിൽ വന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഇനി വരുമ്പോൾ എന്തായാലും കുടജാദ്രി പോകുമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയി വന്നവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാല് വേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം അത്രത്തോളം വലുതായതുകൊണ്ടാവാം കേട്ടോ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നാഞ്ഞത്. മേ ബി ആയിരിക്കാം. നമ്മൾ കുടജാദ്രി പോകുന്ന ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ട്രക്കിംഗ് ആണ് കേട്ടോ, ജീപ്പ് വഴിയുള്ളത്. ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ കൊക്കയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകും. പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ ജീപ്പിലുണ്ടായിരുന്നവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പല ടെറൈൻസ് കൂടെ നമ്മൾ ആ ജീപ്പിൽ കൂടെ കടന്നു വരുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. എക്സൈറ്റ്മെന്റ് കാരണം കുറേ വീഡിയോസ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് കുടജാദ്രിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരാം നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ ഫിലിമിലെ പോരാമേ നിൻ കൂടെ. എനിക്ക് ആ പാട്ടായിരുന്നു കേട്ടോ എൻ്റെ ചെവിയിൽ മൊത്തം മൂളി നടക്കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും മിസ് ചെയ്യാണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ പോയിരിക്കും. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇനിയും പോകണം അഭിചേട്ടനെയും പിള്ളേരെയും കൂട്ടിയിട്ട്. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.